സ്കൂളിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാർ എന്നെ പേഴ്സണലി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഷിയാസിലെ മോട്ടിവേഷൻ തന്നത് സാറാണ്. ചുവട് ന്യൂസ് നിൽക്കുന്നത് മറ്റൊരു വാർത്തയും അതോടൊപ്പം മറ്റൊരു വലിയൊരു സന്തോഷവും പങ്കുവയ്ക്കാനാണ്. നമ്മുടെ മടത്തറ സ്വദേശി ആദിത്യ ഈ കഴിഞ്ഞ കേരള സർവകലാശാല BA മലയാളം പരീക്ഷയിൽ 3ാം റാങ്ക് നേടി മടത്തറക്കാരുടെയും ചിതറാക്കാരുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. ആദിത്യ നേരിട്ട് കാണാനാണ് ഞങ്ങൾ ആദിത്യയുടെ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ പേര് ആദിത്യ, എൻ്റെ വീട് മടത്തറയാണ്. എനിക്ക് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി BA എക്സാമിൽ BA മലയാളം പരീക്ഷയിൽ 3ാം റാങ്ക് കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാം ഇടയിൽ ഒരു റാങ്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ സാധാരണ 4ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും പോലെ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെക്കാളും വളരെ താഴെയുള്ളൊരു ആവറേജ് ലെവലിൽ നിന്ന് വളരെ താഴെയുള്ളൊരു കുട്ടിയായിരുന്നു. 4ാം ക്ലാസ് വരെ എനിക്ക് പേരെഴുതാൻ അറിയില്ലായിരുന്നു. എൻ്റെ സ്വന്തം പേരെഴുതാൻ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മയുടെ കരച്ചിൽ എങ്ങനെയെങ്കിലും മാറ്റണം, അമ്മ എങ്ങനെയെങ്കിലും സന്തോഷിക്കണം, അമ്മ ഒന്ന് ചിരിക്കണം, എനിക്ക് അങ്ങനെ മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പഠിച്ച അമ്മയ്ക്ക് സന്തോഷമാകുമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ 5ാം ക്ലാസ് തൊട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിൻ്റെ പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിരുന്നു. അമ്മ സാധാരണ ടീച്ചർമാരുടെ നിന്ന് ക്ലാസ്സിൽ വരുമ്പോൾ കേൾക്കുന്ന പരാതികളൊന്നും കേൾക്കാതെ മോള് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് 5ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പഠിച്ച അമ്മയ്ക്ക് സന്തോഷമാവും. പിന്നെ ഓരോ ക്ലാസ്സിലും ഞാൻ ആദ്യം എത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് എനിക്ക് താല്പര്യമായിരുന്നു. ഞാൻ 12 മണിക്ക് ഉറങ്ങും, 4 മണിക്ക് എണീക്കും. അങ്ങനെയൊക്കെ എനിക്ക് വളരെ ബുദ്ധിയൊന്നുമുള്ള കുട്ടിയല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ എനിക്ക് മാർക്ക് കിട്ടൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം വർക്ക് ചെയ്തൊക്കെ തന്നെയാണ് മാർക്ക് കിട്ടിയത്. SLCക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയപ്പോൾ എല്ലാവരും എടുക്കുന്ന പോലെ സയൻസ് എടുക്കാൻ താല്പര്യം തോന്നി, സയൻസ് എടുത്തു. ഞാൻ കഥാരചന, കവിതാരചന അങ്ങനത്തെ മത്സരങ്ങൾക്ക് ചെറിയ കാലം തൊട്ടേ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഇംഗ്ലീഷ് സാറ് ഞാൻ എഴുതിയൊരു കഥ വായിച്ചിട്ട് സാറ് പറഞ്ഞു, നീ നന്നായിട്ട് എഴുതുന്നുണ്ട്. അത് വേറൊരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നീ നന്നായിട്ട് കഥ എഴുതിയിട്ടുണ്ട്, ആ കുട്ടി നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നി. ചിതറ സ്കൂളിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എന്നെ സാറ് ഒരു ക്ലാസ്സിലോ മറ്റോ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ സാർ എന്നെ പേഴ്സണലി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഷിയാസ് കരീം എന്നാണ് സാറിൻ്റെ പേര്. സാർ എന്നോട് പറഞ്ഞു, സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നീ ഏതെങ്കിലും ബയോളജിയോ ആയിട്ടോ മാത്സോ ആയിട്ടോ സയൻസോ ആയിട്ടോ ബന്ധപ്പെട്ട ഏത് വിഷയം എടുത്താലും നിനക്ക് ചിലപ്പോൾ പാസ്സാവാൻ പറ്റിയ ഒരു ജോലി കിട്ടും, പക്ഷെ വലിയ സാധ്യതയൊന്നുമില്ല. പക്ഷെ നീ മലയാളം എടുത്താൽ നീ എവിടെയെങ്കിലും എത്തിപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ മലയാളത്തിലേക്ക് വരാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു നല്ല മോട്ടിവേഷൻ തന്നത് സാറാണ്. സാറിനെ പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ സാറാണ് ഇത്രയും നാൾ ഞാൻ വരാനുള്ള വലിയ മോട്ടിവേഷൻ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ +2 കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് മലയാളം എടുക്കണം. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് മലയാളം എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് 19 വയസ്സാകുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അന്ന് എല്ലാവരും ഇങ്ങനെ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിക്കുന്നതിനൊക്കെ ഒരുപാട് അമ്മേനെയും പരാതി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിവാഹത്തിന് ശേഷം വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ എന്നേക്കാൾ പഠിക്കാൻ ആഗ്രഹം അഖിലേഷിനായിരുന്നു. നീ എവിടെയെങ്കിലും എത്തും, നിനക്ക് റാങ്ക് കിട്ടും, നിനക്ക് കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ അഖിലേഷ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.